ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിനി പഠിക്കാനുള്ളത് വാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ, ഗ്യാസ് ലോസ്. പ്രധാനപ്പെട്ട 3 നിയമങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഓക്കെ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബോയിൽസ് ലോ, അതായത് ബോയിൽ നിയമം. സാധാരണ ജലത്തിനടിയിൽ നിന്നും വായു കുമിളകൾ, എയർ ബബിൾസ് മുകളിലേക്ക് ഉയർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ജലത്തിനടിയിലെ വായു കുമിളകൾക്ക് വലിപ്പം കുറവായിരിക്കും. എന്നാൽ ഈ എയർ ബബിൾസ് മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് എയർ ബബിൾസിൻ്റെ വലിപ്പം കൂടി വരുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പം എന്തുകൊണ്ടായിരിക്കും ജലത്തിനടിയിലെ വായു കുമിളകൾക്ക് വലിപ്പം കുറവും മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് ഇവയുടെ വലിപ്പം കൂടി വരുന്നതും? കാരണം ജലത്തിനടിയിൽ മർദ്ദം, പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, അടിഭാഗത്തെപ്പോഴും പ്രഷർ, മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ശ്രദ്ധിക്കണേ, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഇനി മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് മർദ്ദം കുറഞ്ഞ് പോകും. മർദ്ദം കുറയുന്നതിനനുസരിച്ച് വ്യാപ്തം കൂടി വരും. അതായത് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്. ശ്രദ്ധിക്കണേ, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. വെള്ളത്തിനടിയിൽ അടിഭാഗത്ത് പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ വോളിയം കുറവാണ്. മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞ് വരും. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടി വരും. ഓക്കെ, അതുകൊണ്ടാണ് വായു കുമിളകൾ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് അവയുടെ വ്യാപ്തം, വോളിയം കൂടി വരുന്നത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അതായത് പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ മാത്തമാറ്റിക്കലി അല്ലെ, ഗണിത രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വാതകത്തിൻ്റെ പ്രഷർ പിയും അല്ലെ, മർദ്ദം പിയും, വോളിയം അതായത് വ്യാപ്തം വിയും എടുത്തു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം: വി പ്രൊപ്പോർഷണൽ 1/p. ഓക്കെ, എന്താ പ്രൊപ്പോർഷണൽ? 1/, വന്നാൽ എന്താ വായിക്കുക? 1/, വന്നാൽ വിപരീത അനുപാതം എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1/, ഇടുന്നത്. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. ഓക്കെ, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നു. ഇവിടെ റെഡിയാണല്ലോ. അടിഭാഗത്ത് മർദ്ദം കൂടുതലാണ്, അതുകൊണ്ട് വ്യാപ്തം കുറവാണ്. മുകൾ ഭാഗത്ത് മർദ്ദം കുറവാണ്, അതുകൊണ്ട് വ്യാപ്തം കൂടുതലാണ്. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഇനി ഇവിടെ വി പ്രൊപ്പോർഷണൽ 1/p അല്ലെ, ഈ പ്രൊപ്പോർഷണലിനെ നമുക്ക് ഈക്വൽ ടുലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ. അനുപാതത്തിനെ നമുക്ക് സമത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അനുപാതം സമത്തിലേക്ക് മാറ്റാം? വി ഈക്വൽ ടു അല്ലെ, അനുപാതത്തിന് പ്രൊപ്പോർഷണലിനെ ഞാൻ ഈക്വൽ ടുലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. വി ഈക്വൽ ടു എങ്ങനെയായിരുന്നു നിങ്ങൾ കൺവേർട്ട് ചെയ്തത്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഈ ഭാഗത്തെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, ഒരു സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഈ ഭാഗത്തെ നമ്മൾ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണൽ എന്തായിട്ട് മാറും? ഈക്വൽ ടു ആയിട്ട് മാറും അല്ലേ. അപ്പം വി ഈക്വൽ ടു സ്ഥിരസംഖ്യ അല്ലേ. സ്ഥിരസംഖ്യയായിട്ട് ഞാൻ തൽക്കാലം കെ എന്ന ലെറ്റർ എടുക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് കെ എന്ന ലെറ്റർ യൂസ് ചെയ്യുന്നത്. k ഇൻറ്റു 1/p. എന്താ കെ? സ്ഥിരസംഖ്യ അല്ലെങ്കിൽ എ കോൺസ്റ്റന്റ് അല്ലെ. പ്രൊപ്പോർഷണലിനെ ഈക്വൽ ടുയിലേക്ക് മാറ്റാൻ, അനുപാതത്തെ സമത്തിലേക്ക് മാറ്റാൻ സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഞാൻ സ്ഥിരസംഖ്യയായിട്ട് തൽക്കാലം കെ എന്ന ലെറ്റർ യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം വി ഈക്വൽ ടു
സ്ഥിരസംഖ്യ അല്ലെങ്കിൽ എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p. ഇനി ഈ പി എ ഇക്വേഷന്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ. അപ്പം ഡിവൈഡഡ് ബൈ പി, ഹരിക്കണം പി എന്തായിട്ട് മാറും? ഇത് ഇടത്തോട്ടേക്ക് വരുമ്പോൾ ഇൻറ്റു പി ആയിട്ട് മാറും അല്ലേ? പി ഇൻറ്റു വി ഈക്വൽ ടു കെ. ഇപ്പം എന്താ കിട്ടിയത്? പി ഇൻറ്റു വി സമം സ്ഥിര സംഖ്യ, അല്ലെങ്കിൽ പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പം ഇത് ഓർമ്മിച്ച് നോക്കണേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണരുത്. പി ഇൻറ്റു വി ഈക്വൽ ടു സ്ഥിരസംഖ്യയാണ്. അപ്പം ബോയിൽ നിയമത്തിൻ്റെ ഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം: വി പ്രൊപ്പോർഷണൽ 1/p, അല്ലെങ്കിൽ പി ഇൻറ്റു വി സമം സ്ഥിരസംഖ്യ എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് നോക്കുക. ഒരു വാതകത്തിൻ്റെ പ്രഷർ, മർദ്ദം 6 atm. 6 atm. ഒരു വാതകത്തിന്റെ മർദ്ദം, പ്രഷർ 6 atm. atm മീൻസ് പ്രഷറിന്റെ യൂണിറ്റ് ആണ് atm കേട്ടോ. പ്രഷറിന്റെ യൂണിറ്റ് ആണ് atm, അത് മനസ്സിലാക്കാം. ആ സമയത്ത് ആ വാതകത്തിന്റെ വ്യാപ്തം, വോളിയം ഒരു 200 milliliter. ശ്രദ്ധിക്കണേ, ഒരു ഗ്യാസിന്റെ പ്രഷർ 6 atm, വോളിയം 200 milliliter. സപ്പോസ് ഈ വാതകത്തിന്റെ, ഈ ഗ്യാസിന്റെ പ്രഷർ, ഈ വാതകത്തിന്റെ പ്രഷർ ഒരു 3 atm ആക്കി കുറച്ചു. 6 atm നിന്നും 3 atm ആക്കി കുറച്ചു കേട്ടോ. 3 atm ആയി മർദ്ദം കുറച്ചു എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ വാതകത്തിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? വ്യാപ്തത്തിൽ എന്ത് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങൾ പറ. ബോയിൽ നിയമപ്രകാരം നമ്മൾ എന്താ പഠിച്ചത്? ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ് അല്ലേ? ഇപ്പൊ നോക്കിക്കോ, പ്രഷർ 6 atm നിന്നും 3 atm ആക്കി കുറച്ചു. അതായത് പ്രഷർ നേരെ പകുതിയാക്കി അല്ലേ? പകുതിയാക്കുമ്പോൾ ബോയിൽ നിയമപ്രകാരം വോളിയത്തിൽ എന്ത് മാറ്റം സംഭവിക്കുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? വിപരീത അനുപാതത്തിലല്ലേ? ഒന്ന് കുറക്കുമ്പോ മറ്റേത് കൂടും അല്ലേ? ഇത് നമ്മൾ നേരെ പകുതിയാക്കിയതാ. അപ്പൊ ഇതിനെന്താ സംഭവിക്കുക? ഇത് നേരെ ഡബിൾ ആകും, നേരെ ഇരട്ടിക്കും. ഒന്ന് കുറയുന്നതിനനുസരിച്ച് മറ്റേത് ആനുപാതികമായിട്ട് എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പം പ്രഷർ 6 നിന്നും 3 ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഇരട്ടിക്കും. അതായത് 200 നിന്നും 400 milliliter ആയിട്ട് വർദ്ധിക്കും ബോയിൽ നിയമപ്രകാരം. ഇതാ ബോയിൽ നിയമത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി സപ്പോസ് ഈ ഒരു വാതകത്തിന്റെ പ്രഷർ 6 atm നിന്നും 12 atm ആക്കി കൂട്ടി, 6 നിന്നും 12 ആക്കി വർദ്ധിപ്പിച്ചു പ്രഷർ. ഒരു വാതകത്തിന്റെ മർദ്ദം, പ്രഷർ 6 atm നിന്നും 12 atm ആക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ബോയിൽ നിയമപ്രകാരം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? വോളിയം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, വോളിയത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. വോളിയത്തിൽ എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് 6 നിന്നും 12 ആയി കൂടി അല്ലെ? എത്ര കൂടി? ഡബിളായി, ഇരട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ത് ചെയ്യും? കുറയും. എത്ര കുറയും? വോളിയം, യെസ് പറ, വോളിയം പകുതിയാവും. ഒന്ന് ഡബിൾ ആകുമ്പോൾ മറ്റേത് പകുതിയാവും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, വിപരീത അനുപാതാണല്ലോ. അപ്പം ഇത് കൂടി, അപ്പം വോളിയം കുറയും. ഇത്രയാ വോളിയം കിട്ടുക അല്ലേ? 200ന്റെ പകുതി 100 milliliter. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കിക്കോളെ, ഈ ഫസ്റ്റ് കേസിൽ പി ഇൻറ്റു വി എത്രയാ കിട്ടാൻ നോക്കിയോ? പി ഇൻറ്റു വി ഈക്വൽ ടു 6 ഇൻറ്റു 200 ഈക്വൽ ടു എത്രയാ? 6 ഇൻറ്റു 200 1200 അല്ലേ? 6 ഇൻറ്റു 200 ഈക്വൽ ടു 1200. ഇനി സെക്കൻഡ് കേസിൽ നോക്കിക്കോളെ, പി ഇൻറ്റു വി ചെയ്ത് നോക്ക്. പി ഇൻറ്റു വി എത്രയാ? 3 ഇൻറ്റു 400 അല്ലേ? 3 ഇൻറ്റു 400 ഇത്ര അതിൻ്റെ ആൻസർ കിട്ടുക 1200 തന്നെ അല്ലേ? തേർഡ് കേസിൽ നോക്കിക്കോളെ, 12 ഇൻറ്റു 100 അല്ലേ? പി ഇൻറ്റു വി എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 100 ഈക്വൽ ടു 1200 തന്നെ. അപ്പം 3 കേസിൽ നിങ്ങൾ നോക്കി നോക്ക്.
പി ഇൻറ്റു വി ചെയ്തപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? 1200 അല്ലേ? അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. പി ഇൻറ്റു വി സമം സ്ഥിരസംഖ്യ അല്ലേ? പി ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ്. പി ഇൻറ്റു വി എപ്പം ചെയ്താലും കിട്ടുന്ന വാല്യൂ, കിട്ടുന്ന തുക സ്ഥിരസംഖ്യയാണ്. മാറുന്നുണ്ടോ? ഇവിടെ 1200, അതേ 1200 അല്ല എവിടെയും, അതേ 1200 അല്ല എവിടെയും. ഇതാണെന്ത്? പി ഇൻറ്റു വി ഈക്വൽ ടു സ്ഥിരസംഖ്യ, പി ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മളിവിടെ എഴുതി വെച്ചത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ടി, താപനില, താപനിലയിൽ ചേഞ്ച് വരുത്താൻ പാടില്ല കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ എത്രയാണോ താപനില, എത്രയാണോ ടെമ്പറേച്ചർ, അത് തന്നെയായിരിക്കണം ഇവിടെയും, അത് തന്നെയായിരിക്കണം ഇവിടെയും. അങ്ങനെ താപനിലയിൽ മാറ്റമില്ലാത്ത സമയത്താണ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി അല്ലാതെ ടെമ്പറേച്ചർ നിരന്തരം, താപനില നിരന്തരം മാറുന്നുണ്ടെങ്കിൽ പി ഇൻറ്റു വി കോൺസ്റ്റന്റ് വാല്യൂ കിട്ടൂല. പി ഇൻറ്റു വി ഒരു സ്ഥിരസംഖ്യ, ഒരേ ആൻസർ കിട്ടൂല കേട്ടോ. അപ്പം താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബോയിൽ നിയമം നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം ശരിയായ രീതിയിൽ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ലേ, ഒരേ ടെമ്പറേച്ചറിൽ. വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത നിയമം, അടുത്ത ലോ, ചാൾസ് ലോ. ഓക്കെ, ചാൾസ് നിയമം. ഫോർ എക്സാമ്പിൾ, ഒരു ബലൂണ്, എയർ ഫില്ല് ചെയ്ത ഒരു ബലൂണ്, എയർ ഫില്ല് ചെയ്ത ഒരു ബലൂണിനെ വെയിലത്ത് കൊണ്ടാക്കുന്നത് എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് വീട്ടിൽ നിന്ന്. ഒരു ബലൂൺ എടുത്ത് വീർപ്പിക്കുക, അതിനുശേഷം ആ ബലൂണിനെ വെയിലത്ത് കൊണ്ടാക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ബലൂണ് പൊട്ടിപ്പോകുന്നത് കാണാം. എന്തുകൊണ്ടാണ് പൊട്ടിപ്പോയത്? വെയിലത്ത് കൊണ്ടാക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും, താപനില കൂടുമല്ലോ. താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തവും കൂടും. When temperature increases, volume of the gas also increases. Okay, താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടുന്നു. അപ്പം വെയിലത്ത് ബലൂൺ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബലൂണിനുള്ളിലുള്ള വാതകത്തിന്റെ ടെമ്പറേച്ചർ കൂടും, താപനില കൂടും. താപനില കൂടിയാലോ ബലൂണിനുള്ളിലുള്ള വാതകത്തിന്റെ വോളിയവും കൂടും, വ്യാപ്തവും കൂടും. അതായത് ഒരു വാതകത്തിന്റെ ടെമ്പറേച്ചർ ടിയും താപനില ടിയും വ്യാപ്തം വോളിയം വിയുമാണെങ്കിൽ ചാൾസ് നിയമപ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം: വി പ്രൊപ്പോർഷണൽ ടി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. വി അനുപാതം ടി, വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. 1/, ഉണ്ടോ ഇവിടെ? 1/, ഉണ്ടെങ്കിൽ വിപരീത അനുപാത, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ 1/, ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം വിയും ടിയും, വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. ഓക്കെ, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കേട്ടോ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും. ഓക്കെ, ഇതാണ് ചാൾസ് ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാറ്റാം. ഈ അനുപാതത്തിന്, പ്രൊപ്പോർഷണലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടുയിലേക്ക് മാറ്റാം. ഈക്വൽ ടുയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം കെ അല്ലെ, സ്ഥിരസംഖ്യ ഇൻറ്റു ടി. ഇനി ടീനെ ഇക്വേഷന്റെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ വി ബൈ ടി ആയിട്ട് മാറും. ഇവിടെ ഇൻറ്റു ടി ആണ്. ഇൻറ്റു ടി ഇക്വേഷന്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ടി ആയിട്ട് മാറുമല്ലോ. വി ബൈ ടി ഈക്വൽ ടു കെ. അതായത് വി ബൈ ടി സമം സ്ഥിരസംഖ്യ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം: വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഓർത്ത് വെക്കണേ. വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വി ബൈ ടി സമം സ്ഥിരസംഖ്യ.
ഒരു ഗ്യാസിന്റെ, ഒരു വാതകത്തിന്റെ താപനില, ടെമ്പറേച്ചർ 300 കെൽവിൻ ആയിരുന്നു. ഓക്കെ, കെൽവിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ആണ്, കെൽവിൻ. ഡിഗ്രി സെൽഷ്യസ് പോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് കെൽവിൻ കേട്ടോ. ആ സമയത്ത് ആ വാതകത്തിന്റെ വ്യാപ്തം ഒരു 600 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, ഇനി ആ വാതകത്തിന്റെ താപനില ടെമ്പറേച്ചർ ഒരു 600 കെൽവിനാക്കി വർദ്ധിപ്പിച്ചു. 300 കെൽവിൽ നിന്നും 600 കെൽവിനായിട്ട് വർദ്ധിപ്പിച്ചു, 600ആയി വർദ്ധിപ്പിച്ചു, ഇരട്ടിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ചാൾസ് നിയമപ്രകാരം വ്യാപ്തത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവല്ലോ, വോളിയത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവല്ലോ. എത്രയായിരിക്കും വോളിയത്തിൽ എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുക? ചാൾസ് ലോ പ്രകാരം വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ആനുപാതികമായിട്ട് മറ്റേതും കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ടെമ്പറേച്ചർ 300 നിന്ന് 600 കൂടി, നേരെ ഇരട്ടിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ ചാൾസ് ലോ പ്രകാരം, ചാൾസ് നിയമപ്രകാരം വ്യാപ്തവും വോളിയവും വർദ്ധിക്കും. എത്ര വർദ്ധിക്കും? ഇതെത്രയാണോ വർദ്ധിച്ചത് അത്രയും. ഇത് നേരെ ഇരട്ടിച്ചതല്ലേ, അപ്പം ഇതും ഇരട്ടിക്കും. അപ്പം വോളിയത്തിൽ എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുക? വോളിയം ചേഞ്ചസ് ടു 600 നിന്നും അല്ലെ 1200 മില്ലി ലിറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യും, 1200 മില്ലി ലിറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഈ ഫസ്റ്റ് കേസിൽ നിങ്ങൾ V/T ഒന്ന് മെഷർ ചെയ്താണ്. V/T എത്രയാ വരുക? V/T 600 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 2 വരും അല്ലേ? 2 അല്ലേ? V/T ഈക്വൽ ടു 2 ആൻസർ കിട്ടി. ഇനി ഈ കേസിൽ നിങ്ങൾ നോക്കി നോക്ക്, V/T ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ 600. എത്ര ആൻസർ? 2 തന്നെ അല്ലേ? V/T ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചത്. V/T ഈക്വൽ ടു സ്ഥിരസംഖ്യ. V/T ഈസ് എ കോൺസ്റ്റന്റ്. V/T എപ്പം ചെയ്താലും കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെയുള്ള മർദ്ദത്തിൽ, പ്രഷറിൽ ചേഞ്ച് വരാൻ പാടില്ല. ഈ കണ്ടീഷനിൽ എത്രയാണോ പ്രഷർ, എത്രയാണോ മർദ്ദം, അതേ മർദ്ദം തന്നെയായിരിക്കണം ഇവിടെയും. ഓക്കെ, അങ്ങനെ മർദ്ദത്തിൽ വ്യത്യാസമില്ലെങ്കിലാണ് V/T സമം സ്ഥിരസംഖ്യ കിട്ടുന്നത്. ഓക്കെ, ഇൻ കേസ് മർദ്ദത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ V/T ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സംഖ്യ കിട്ടണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാൾസ് നിയമം നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. കെൽവിൻ ഞാൻ പറഞ്ഞ യൂണിറ്റ് ആണ്. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പ്രഷറിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, മർദ്ദത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. ഇനി മൂന്നാമത്തെ നിയമം അവഗാഡ്രോ നിയമം, അവഗാഡ്രോസ് ലോ. നമ്മള് ബലൂണ് ഊതി വീർപ്പിക്കാറുണ്ട്. ബലൂണ് കുറച്ചേ ഊതിയിട്ടുള്ളൂ എങ്കിൽ കുറച്ചേ വീർക്കും. നന്നായിട്ട് ഊതിയാലോ നന്നായിട്ട് വലുതായിട്ട് വരുമല്ലോ അല്ലെ? നന്നായിട്ട് ഊതിയാൽ ബലൂണിന്റെ വ്യാപ്തം നന്നായിട്ട് വർദ്ധിക്കും, ബലൂണിന്റെ വോളിയം നന്നായിട്ട് വർദ്ധിക്കും. ഇതിന് കാരണം നമ്മൾ ഊതുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്തിലേക്ക് പ്രവേശിക്കുന്നു? ബലൂണിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അല്ലെ? നമ്മൾ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുവാണല്ലോ ചെയ്യുന്നത്. അപ്പം ഊതുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകൾ, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആണ് ബലൂണിന്റെ ഉള്ളിലേക്ക് വരുന്നത്.
കുറച്ചേ ഊതിയിട്ടുള്ളൂ എങ്കിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെ ബലൂണിനുള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് ഊതിയാലോ, കുറെ നേരം നന്നായിട്ട് ഊതിയാലോ, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകൾ തന്മാത്രകൾ ബലൂണിനുള്ളിലേക്ക് വന്നിട്ടുണ്ടാകും. അതിന്റെ ഫലമായിട്ട് ബലൂൺ നന്നായി വീർത്ത് വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലാണ്. അതായത് മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ വോളിയം കൂടുന്നു. നല്ലോണം ഊതുന്ന സമയത്ത്, കുറെ സമയം ഊതുന്ന സമയത്ത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകള് ബലൂണിനുള്ളിലേക്ക് വരുന്നു. അപ്പം ബലൂണിന്റെ വോളിയം നന്നായിട്ട് കൂടുന്നു. കുറച്ചേ ഊതുന്നുള്ളൂ എങ്കിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകളെ എവിടെ എത്തുന്നുള്ളൂ, ബലൂണിനുള്ളിലേക്ക് വരുന്നുള്ളൂ. അപ്പം അതിന്റെ വോളിയം കുറവായിരിക്കും. അപ്പൊ ഇവിടെ ബന്ധം, റിലേഷൻ ആര് തമ്മിലാ? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലാണ് ബന്ധം. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലാണ് റിലേഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടുന്നു. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. അപ്പം ഇതിന്റെ ഗണിത രൂപമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു വാതകത്തിന്റെ വ്യാപ്തം വോളിയം വിയും മോളിക്യൂൾസിന്റെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നും എടുത്താൽ, എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ അവഗാഡ്രോ ലോ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം, വി പ്രൊപ്പോർഷണൽ എൻ. വി പ്രൊപ്പോർഷണൽ എൻ. വി എന്താ? വോളിയം. എന്നോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും, തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുമ്പോൾ വോളിയം കുറയും. ഇതാണ് അവഗാഡ്രോ ലോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം, മാറാൻ പാടില്ല. താപനിലയിലും മർദ്ദത്തിലും വ്യത്യാസമില്ലാത്ത സന്ദർഭത്തിലാണ് ഈ അവഗാഡ്രോ ലോ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം അവഗാഡ്രോസ് ലോ എങ്ങനെ നിർവചിക്കാം? At constant temperature and pressure, at constant temperature and pressure, volume of a gas is directly proportional to number of molecules. ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. അപ്പം പ്രധാനപ്പെട്ട 3 ലോസ് ആണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഒന്നാമത്തത് ബോയിൽ നിയമം. ബോയിൽ നിയമത്തിൽ ആര് തമ്മിലേനു ബന്ധം, റിലേഷൻ ആര് തമ്മിലേനു? വിയും പിയും തമ്മിൽ, അല്ലെ? വ്യാപ്തവും മർദ്ദവും, അല്ലെ? വോളിയവും പ്രഷറും തമ്മിലല്ലേ ബോയിൽ നിയമത്തിൽ റിലേഷൻ, ബന്ധം, അല്ലെ? എങ്ങനെയും ബന്ധം? വി പ്രൊപ്പോർഷണൽ 1/p. അതായത് വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഇനി ഇവിടെ എന്തെന്നേനു? കോൺസ്റ്റന്റ്, സ്ഥിരമായിരിക്കേണ്ടത് എന്തെന്നേനോ, മാറ്റമില്ലാതിരിക്കേണ്ടത് എന്തെന്നേനോ? ടെമ്പറേച്ചർ, അല്ലെ? താപനില. താപനിലയിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. താപനില സ്ഥിരമായിരിക്കണം. രണ്ടാമത്തത് ചാൾസ് നിയമം. ചാൾസ് നിയമത്തിലെ ആര് തമ്മിലേനു റിലേഷൻ, ആര് തമ്മിലേനു ബന്ധം? വിയും ടിയും, അല്ലെ? വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ. എങ്ങനെയാണ് ബന്ധം? വി പ്രൊപ്പോർഷണൽ ടി. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ഇനി ഇവിടെ എന്തെന്നേനു? സ്ഥിരമായിരിക്കേണ്ടത്, മാറ്റമില്ലാതിരിക്കേണ്ടത് എന്തെന്നേനു? പ്രഷർ, അല്ലെ? പ്രഷറിൽ ചേഞ്ച് വരുത്താൻ പാടില്ല. മൂന്നാമത്തത് അവഗാഡ്രോ നിയമം. ഇവിടെ ആര് തമ്മിലേനു റിലേഷൻ? വിയും എന്നും, അല്ലെ? വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും, അതായത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും. എങ്ങനെയായിരുന്നു റിലേഷൻ? എങ്ങനെയായിരുന്നു? വി പ്രൊപ്പോർഷണൽ എൻ, അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇവിടെയും, നേർ അനുപാതമാണ്. ഇവിടെ എന്തായിരുന്നു കോൺസ്റ്റന്റ് ആയിരിക്കേണ്ടത്, സ്ഥിരമായിരിക്കേണ്ടത്? ടെമ്പറേച്ചറും പ്രഷറും. ബോയിൽ നിയമപ്രകാരം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ.
ചാൾസ് നിയമപ്രകാരം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവഗാഡ്രോ നിയമപ്രകാരം താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക, പി ഇൻറ്റു വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, പി ഇൻറ്റു വി സമം സ്ഥിരസംഖ്യ. ഇതിൽ ചാൾസ് നിയമത്തിലെ വി ബൈ ടി ഈക്വൽ ടു സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിൽ അതേപോലെ നോക്കുന്നതാണെങ്കിൽ വി ബൈ എൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വരും. നിങ്ങൾ എത്രത്തോളം നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ നിർവചനവും ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാതക നിയമങ്ങൾ എന്ന ഭാഗത്ത്, ഗ്യാസ് ലോസ് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.